യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. കൂടുതൽ വചനത്തിൻ്റെ ആഴങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് സംബന്ധിച്ച് ദൈവവചനത്തിലൂടെ തന്നെ നമ്മളോട് സംസാരിക്കുവാനിടയായിത്തീരുന്നല്ലോ. സാധാരണയായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? ചില ആളുകളൊക്കെ അതിനെക്കുറിച്ച് സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് നടത്താറുള്ളത്. അതിൽ ബഹുഭൂരിപക്ഷം പേരും പറയുന്നത്, ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി തന്നു. ഒരു ഭൗതിക വിഷയത്തിന് ഞാൻ ചോദിച്ചതിന് ദൈവം എനിക്ക് അനുകൂലമായിട്ടുള്ള മറുപടി തന്നു. അതേപോലെ തന്നെ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ട് നമ്മൾ പറയുന്നത്. ഞാൻ പലതവണ നമ്മളുടെ ഈ പ്രഭാത വചന ധ്യാനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദൈവം എല്ലാവർക്കും നല്ലവൻ. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേക സ്നേഹം അല്ലെങ്കിൽ അഗപ്പേ സ്നേഹം, വ്യവസ്ഥയില്ലാത്ത സ്നേഹം നമ്മൾ അനുഭവിക്കുക എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലൂടെയും അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയമായ നന്മയിൽ കൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ശരിയായി അനുഭവിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു ജനറൽ ലവ് ആണ്, പൊതുവായ സ്നേഹമാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു അഗപ്പേ സ്നേഹം നമ്മൾ അനുഭവിക്കണമെങ്കിൽ വാസ്തവമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്കത് സാധ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വ്യക്തമായ ഒരു ഡയഗ്രം നിങ്ങളെ കാണിക്കുകയുണ്ടായല്ലോ. ആ ഡയഗ്രത്തിൽ രണ്ട് ആളുകൾ ആ ഡയഗ്രത്തിൻ്റെ ഏറ്റവും ബേസ്മെൻറ്റിൽ നിൽക്കുന്നതെന്ന് ഞാൻ കാണിക്കുകയുണ്ടായി. നോക്കൂ, അവർ തമ്മിലുള്ള ബന്ധം വളരെ ഡിസ്റ്റൻ്റാണ്. പക്ഷേ അവരുടെ നോട്ടം, അവരുടെ ഫോക്കസ് ആ ഡയഗ്രത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് ആയതുകൊണ്ട് അവർ ഒരുമിച്ച് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അവൻ്റെ വചനപ്രകാരം അവൻ്റെ സ്നേഹത്താൽ അവർ അടുത്തടുത്ത് വരുമ്പോൾ അവരുടെ ബന്ധങ്ങളും അടുക്കുന്നു. ഇത് മാത്രമല്ല, ഏറ്റവും മുകളിൽ കർത്താവ് യേശു ക്രിസ്തു ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവർ ചെന്നപ്പോൾ ആ ദൈവീക ഫെലോഷിപ്പ്, കർത്താവിനോടൊപ്പമുള്ളതായ ആ ബന്ധം അവർക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. വാസ്തവത്തിൽ നമ്മെക്കുറിച്ചെല്ലാം ദൈവം ആഗ്രഹിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നിലയിലേക്ക് നമ്മൾ കടന്നു വരിക എന്നുള്ളതാണ്. പല ആളുകളും ഈ ബേസ്മെൻറ്റിൽ നിന്നുകൊണ്ട് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ യാതൊരുവിധമായ വ്യത്യാസങ്ങളും കടന്നു വരുന്നില്ല. പക്ഷേ അവർ ദൈവത്തോട് വളരെ അകന്നു നിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ? നാം അവൻ്റെ അടുക്കിലേക്ക് കൂടുതൽ അടുത്ത് വരണം. ഒരു പാട്ടുണ്ടല്ലോ, മനോഹരമായൊരു ഇംഗ്ലീഷ് പാട്ട്, ഡ്രോ മീ നിയറർ ക്ലോസ് ടു ദ ലോർഡ്. കർത്താവേ, നീ എന്നെ ആകർഷിക്കണമേ, നിൻ്റെ ക്രൂശിലേക്ക് എന്നെ ആകർഷിക്കണമേ, നിന്നിലേക്ക് എന്നെ ആകർഷിക്കണമെന്നാണ് ആ പാട്ട് വളരെ അർത്ഥവത്തായി പാടുന്നത്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അതിൻ്റെ നിർവചനം പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നിർവചനം നമ്മൾ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് ഈ കാൽവരി ക്രൂശിലാണ്. പക്ഷേ കാൽവരി ക്രൂശിൽ മാത്രമല്ല ദൈവസ്നേഹത്തിൻ്റെ ആ അർത്ഥം നിർവചിക്കപ്പെട്ടത്, മറിച്ച് പിതാവായി ദൈവം തൻ്റെ പുത്രനെ നൽകുക വഴി ആ സ്നേഹത്തിൻ്റെ ഒരു നിർവചനം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങളെ 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 9-ാമത്തെ വാക്യം വായിച്ചു. അപ്പോഴാണ് നമ്മൾ ആ ഡയഗ്രത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഷെയർ ചെയ്യുവാൻ തക്കനിടയായി തീർന്നത്. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. ആ വാക്യത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ മുമ്പ് സംസാരിച്ച അതേ കാര്യം തന്നെ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് മാത്രമല്ല ദൈവസ്നേഹത്തിൻ്റെ ആ നിർവചനം അല്ലെങ്കിൽ പ്രകടനം എന്ന് പറയുന്നത്, കർത്താവ് യേശുക്രിസ്തുവിനെ പിതാവായി ദൈവം നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ
ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. 10-ാം വാക്യം, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹം ആകുന്നു. പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അതിനുള്ള മറുപടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട്, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു എന്നുള്ളതാണ് ദൈവസ്നേഹം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട്, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു. അല്ലെങ്കിൽ നമ്മളുടെ പാപങ്ങൾക്ക് അർഹമായ ന്യായവിധി നമ്മുടെ മേൽ വരേണ്ടതാണ്. പക്ഷേ ആ ന്യായവിധി പിതാവായ ദൈവം പുത്രൻ്റെ മേൽ വെച്ചുകൊണ്ട് നമ്മെ ദൈവം സ്നേഹിപ്പാൻ ഇടയായി തീർന്നു. ഇതാണ് ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ശരിയായി മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ. ഇന്ന് പലരും തങ്ങളുടെ ജീവിതത്തിൽ കൊടുക്ക വാങ്ങലുകൾ, അതായത് ദൈവം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കാം, ഞാൻ ഇന്ന കാര്യം ചെയ്തോളാം എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു കൊടുക്ക വാങ്ങലിൻ്റെ മാത്രം ബന്ധമാണ്. അത് ദൈവം അംഗീകരിക്കുന്നോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മിലല്ല, അത് ദൈവത്തിൽ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇനി ഒന്ന് ശ്രദ്ധിച്ച്, ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണയായിട്ട് മനുഷ്യർ, ഒരു ആൾ വളരെ ദുർബലനായ ഒരു മനുഷ്യനാണെങ്കിൽ തന്നെ സഹായിക്കേണ്ടതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പടികളെടുക്കുന്നത് ആ ബലഹീനനായ മനുഷ്യൻ തന്നെ ആയിരിക്കും. ഒരു ദരിദ്രനായ മനുഷ്യൻ, അവന് ജീവസന്ധാരണത്തിന് വേണ്ടതായ കാര്യങ്ങൾ അവൻ്റെ കയ്യിലില്ല. പക്ഷെ അവനെ സഹായിക്കാൻ മറ്റൊരാളല്ല മുൻകൈ എടുക്കുന്നത്. അവൻ തന്നെ ഭിക്ഷാപാത്രവുമായിട്ട്, അവൻ തന്നെ അനേകരുടെ അടുക്കിലേക്ക് ഒഴിഞ്ഞ കൈകൾ നീട്ടിക്കൊണ്ട് അവൻ്റെ ആ ഒരു ഭിക്ഷാടനം ആരംഭിക്കുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, മനുഷ്യൻ അവനിൽ തന്നെയാണ് പ്രശ്നം. അവൻ പാപിയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മനുഷ്യനാണോ ആദ്യമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് പറഞ്ഞത്? ദൈവം തന്നെ മനുഷ്യനെ സ്നേഹിച്ച് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരികയായിരുന്നു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സ്നേഹം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയാൻ കാരണം. മനുഷ്യൻ്റെ പാപങ്ങൾക്കുള്ള പരിഹാരം അവൻ തന്നെയല്ല ഉണ്ടാക്കുന്നത്, അവൻ തന്നെയല്ല ആദ്യം ഉണ്ടാക്കിയത്, മറിച്ച് ദൈവം തന്നെയാണ് മനുഷ്യൻ്റെ ആ പ്രശ്നത്തിന് ആദ്യം പരിഹാരമുണ്ടാക്കിയത്. നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ പാപം ഉടലെടുക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ ഈ ആദം ഹവ്വ അവർ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് അവർ പാപികളായി തീർന്നു. പക്ഷേ ഈ ഒരു കാര്യം സംഭവിക്കുമെന്ന് ദൈവത്തിന് നേരത്തെ അറിയാമായിരുന്നുകൊണ്ട് അത്രേ ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ തോട്ടത്തിന് നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള ഈ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞത്. പക്ഷേ ദൈവം അത് അവിടെ നിന്ന് മാറ്റിയൊന്നുമില്ല. പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ അവർ തെറ്റ് ചെയ്യുമെങ്കിൽ ദൈവത്തിന് എന്തേ ആ വൃക്ഷത്തെ അവിടെ നിന്ന് മാറ്റാൻ പാടില്ലായിരുന്നോ? അങ്ങനെയല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് തൻ്റെ വചനത്തിലൂടെ ആളുകളോട് സംസാരിക്കുക എന്നുള്ളതാണ്. ഇന്നും ദൈവം അതാണ് ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇന്ന് നടക്കുന്ന ഈ യുദ്ധം, ഇന്ന് നടക്കുന്ന ഈ വലിയ കെടുതികൾ, ഇതൊക്കെ ദൈവത്തിന് മാറ്റാൻ പാടില്ലായിരുന്നോ? ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ലോകത്തിലേക്ക് വരാതിരിക്കുവാൻ ദൈവത്തിന് പ്രവർത്തിക്കരുതായിരുന്നോ? പക്ഷേ അങ്ങനെയല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണേണ്ടത്. ഇതെല്ലാം മനുഷ്യരിൽ നിന്നും മാറുവാൻ ദൈവം വേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദൈവം തൻ്റെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ദൈവം തൻ്റെ ദാസന്മാരെ അയച്ച് വചനത്തിലൂടെ അവരോട് സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ആദ്യത്തെ ആ ലോകത്തിലുണ്ടായ വലിയൊരു ന്യായവിധിയായിരുന്നല്ലോ ജലപ്രളയം മൂലമുള്ള ആ ന്യായവിധി. അതിൽ നിന്നും രക്ഷപ്പെടുവാൻ ആളുകളോട് അതേ നോഹ മുഖാന്തരം ദൈവം പ്രസംഗിച്ചു. പക്ഷേ ആ പ്രസംഗത്തിന് വില കൊടുക്കുവാൻ ആരും തന്നെ തയ്യാറായില്ല. അതേ നോഹയും നോഹയുടെ കുടുംബത്തിലുള്ള 8 പേരും രക്ഷ പ്രാപിച്ചു എന്നല്ലാതെ ആ പ്രസംഗം കൊണ്ട് ലോകത്തിലൊരു മാറ്റവും വരുത്തുവാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ കാലത്തും സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ദൈവം അനേകരോട് പറയുന്നുണ്ട്. പക്ഷേ ആളുകൾ അത് മുഖവിലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സത്യമെന്ന് പറയുന്നത്.
ഇതേപോലെ തന്നെയാണ് ദൈവം ഈ ആദമിനോട് ഹവ്വയോടും പറയുന്നു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. പക്ഷേ അവർ അത് കൈക്കൊണ്ടില്ല, അവർ അതിനെ ഗൗരവമായി എടുത്തില്ല. പക്ഷേ അവർ ഈ പാപം ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ടും ദൈവം അവരെ അവരുടെ ആ ഇച്ഛയ്ക്ക് വിട്ടുകൊടുത്തു. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഒരു പ്രശ്നം കണ്ടെത്തുവാൻ അവൻ പരിശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം അറിഞ്ഞിട്ടും ദൈവം ആദമിനെ ഹവ്വയെ വിളിക്കുക, മനുഷ്യ നീ എവിടെ എന്ന് ചോദിക്കുക. അവിടെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം ഒരു പരിഹാരവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ആ ഒരു പ്രശ്നത്തിൽ നിന്നുള്ള പരിഹാരം അതേ ലോകസ്ഥാപനത്തിനു മുമ്പേ ഒരുക്കിയതായ കർത്താവ് ആ പരിഹാരവുമായിട്ട് തന്നെ കടന്നു വന്ന് അവിടെ ആ പ്രവൃത്തി ആരംഭിക്കുക. നോക്കൂ, നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് യേശുക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ്റെ പാപങ്ങൾക്കുള്ള ആ രക്ഷ ദൈവം വളരെ പരിപൂർണമായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആരും ദൈവത്തെ ആദ്യം സ്നേഹിച്ചതല്ല. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ആദ്യം ഇനിഷ്യേറ്റീവ് എടുത്തില്ല. മറിച്ച് ദൈവം തന്നെയാണ് ആദ്യ പടികൾ എടുക്കുന്നത്. അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഇനി വചനം കേൾക്കുന്ന പ്രിയമുള്ളവരോടൊക്കെ ഞാൻ പറയട്ടെ, ദൈവം ഇങ്ങനെ നമ്മെ സ്നേഹിച്ചെങ്കിൽ നാം മറ്റുള്ളവരെയും ഒരു വ്യവസ്ഥയുമില്ലാതെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു പ്രകടനം കാണുവാൻ കഴിയുന്നത്. ദൈവം അതിലാണ് സന്തോഷിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു നേർച്ച അർപ്പിച്ചുകൊണ്ടല്ല ദൈവം സന്തോഷിക്കുന്നത്, മറിച്ച് നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത് വഴിയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആ ഒരു ആത്മീകമായ ചിന്തയിലേക്കും അനുഗ്രഹത്തിലേക്കും കടന്നു വരുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ഇന്ന് ആഹ്വാനം ചെയ്യുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ പൂർണ്ണമായി വസിക്കുവാനും, അതേ കർത്താവെ, ഞങ്ങൾ ഇന്ന് ഇവിടെ വായിച്ചതുപോലെ ദൈവം തൻ്റെ പുത്രനെ ഞങ്ങൾ അവനിൽ ജീവിക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾക്കായി നൽകിയെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവ്, വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്നാരെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാതെ, യേശുക്രിസ്തുവിലേക്ക് കടന്നു വരാതെ, യേശുക്രിസ്തുവിനോടൊപ്പമുള്ള ജീവിതത്തിലേക്ക് വരുവാൻ കഴിയാതിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഈ വചനത്തിലൂടെ അങ്ങ് ഇടപെടുകയും അവരുടെ ജീവിതം പൂർണ്ണമായും വ്യത്യാസപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ആൾ.